3 മിനിറ്റുകൾ നോക്കിക്കോ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുളത്തിലേക്ക് ചാടി ആര്? രാഹുൽ സാറ്. മറ്റേ ഒരു സിനിമ ഉണ്ട്, ശ്രീനിവാസ് സാറ് പറയുന്നൊരു ഡയലോഗുണ്ട്, സോപ്പിൻ്റെ പരസ്യത്തിൽ കുളത്തിലേക്ക് നടിൻ്റെ അപ്പുറം ക്യാമറയും ചാടണമെന്ന്. അതേപോലെ ചാടി. പിന്നെ ഇതെല്ലാം മത്സ്യത്തൊഴിലാളികൾ ഈ പെങ്ങൾ കുറേ ആൾക്ക് ഇപ്പോൾ എന്താ ഫർണിച്ചർ കൊടുക്കുന്നു അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എല്ലാവരും കൂടി കൊടുത്തിട്ട് അതിൻ്റെ ആൾക്കാരെല്ലാം ആയിരിക്കും. പക്ഷെ എന്താ ചെയ്യുക, നാടകം കളിപ്പിക്കാനും. പിന്നെ ഇതിൻ്റെ ഒപ്പം കണ്ണാടി ഇട്ടാളുണ്ട് കേട്ടാ. നമ്മളെ പൈസേന്ന് കണ്ണാടി. കണ്ണാടി കണ്ടാ നമ്മളെ പൈസേന്ന്. കണ്ണാടിയിൽ ഭയങ്കരമാണ്, ബ്ലൂടൂത്തും സിസ്റ്റവും ക്യാമറയും കാര്യങ്ങളും എല്ലാം ഇല്ല കണ്ണാടിയാണ്. എല്ലാം നമുക്ക് അടുത്തേക്ക് പോവാം. അങ്ങനെ ഈ ചങ്ങായി ചാടിയിട്ട് കണ്ടില്ല, ഈ ചങ്ങായി ചാടി, കറക്റ്റ് ചാടി കഴിഞ്ഞാലാന്ന് പിന്നെ മനസ്സിലായ ഇത് കേൾക്കണ്ട, നമുക്ക് ശബ്ദം വേണ്ട, ശബ്ദം ഇല്ലാണ്ട് ഇരുന്ന് നോക്കാം. എഴുതിയതെല്ലാം വെച്ചോട്ടെ. ഇത് ഒരു എക്സസൈസാണ്, പക്ഷെ പറയാനുള്ള സകല തട്ടം ഇടാത്തതിനോടല്ലാന്ന്. ഫ്ലാഷ് മോബ് റോട്ടുമെന്ന് കളിച്ചാൽ ഇനി ഇങ്ങനാറ്റ കണ്ടിനെങ്കിൽ നിങ്ങൾക്കുള്ള പണി ഇന്ത്യൻ സിറ്റിസൺ തരും. അതിൽ തട്ട് ഇട്ടതുകൊണ്ട് തട്ട് ഇടാത്തതെല്ലാം ഉണ്ട്. അപ്പോൾ മറ്റേ എന്തോന്ന് ഒരു എക്സസൈസ് എല്ലാം ഉണ്ട് കടപ്പുറത്തുനിന്ന്. കടപ്പുറത്തുനിന്ന് ഫ്രീ എക്സസൈസാണ് തോന്നുന്നത്. ഇത് കടപ്പുറാണോ റോഡാണോ ഒന്നും തിരിയുന്നില്ല. കുറച്ചാൾ പിന്നെ ആൾ കൂടി, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പറയാനുള്ളത് ഒറ്റ വാക്കേ ഉള്ളൂ. ഇതിലെഴുതിയത് ഏതോ പാവം പിടിച്ച ഉപ്പൂസ് പ്രവാസി അതിന് മറ്റും മുറ്റമടിക്കാൻ ചൂലും അതൊന്നല്ല, ജിമ്മിക്കമ്മലൊന്നല്ല ഇന്ത്യൻ സിറ്റീസിൻ്റെ ഡയലോഗ്. ഇതിൻ്റെ പേര് ഫ്ലാഷ് മോബ് എന്നാണ്. അപ്പോൾ ഫ്ലാഷ് മോബ് എവിടെയെങ്കിലും കണ്ടിനെങ്കിൽ, റോഡാൻ്റെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റീസിന് പിന്നെ കണ്ണാണൂല. അതുകൊണ്ടാണ് പറയുന്നത്, നോ കോംപ്രമൈസ് നോ മേഴ്സി. കുളത്തിച്ചാടുന്നാളല്ല കുളത്തിച്ചാട്, മറ്റേ ഡിസ്കും ഡാൻസെല്ലാം കളിക്കുന്ന ആൾ പുരക്കുന്നു ഓഡിറ്റോറിയത്തിൽ നിന്ന്. നിങ്ങൾക്കായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പല കാര്യങ്ങളും പല ആളും ട്രാപ്പിൽ പെട്ടിട്ടുമുണ്ട്. അപ്പോൾ പറയാനുള്ളത്, ഇറങ്ങിപ്പോയിക്കോ മെമ്പർഷിപ്പെല്ലാം എടുത്തിട്ട്. കാരണം അപ്പോൾ അലാക്കിൻ്റെ അവലിങ്കഞ്ഞി ആകേന്ന്.